നമ്മളെവിടെ പോയാലും രാത്രിയായാലും ഉച്ചയ്ക്കായാലും ചോറ് വിട്ടൊരു കളിയില്ലട്ടോ. അപ്പം ഞാൻ ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചട്ടിച്ചോറാണ് പറഞ്ഞത്. ചട്ടിച്ചോറിനകത്ത് ഇവര് ബീഫ് ചട്ടിച്ചോറെന്ന് പറഞ്ഞാൽ വേറെ ലെവലാ. ഇവളെ എവിടെ പോയാലും ഇവക്ക് ഇതുപോലത്തെ അപ്പം ഇഷ്ടു അതേപോലെ വല്ല ഫിഷ് മാംഗോ കറി അങ്ങനെയൊക്കെ പറ്റുള്ളൂ. പക്ഷെ ലാസ്റ്റ് ഇവള് കൈ ഇട്ട് വരാൻ എൻ്റെ പാത്രത്തിലോട്ട് വരും. എനിക്ക് അതിലും വലിയ ദേഷ്യം വേറില്ല. അന്ന് ഇവളോട് ഞാൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് വരുമ്പോൾ തന്നെ ഏത് ഫുഡ് വേണ്ടേ, ബിരിയാണി വേണോ മന്തി വേണോ എന്താ വെച്ചാൽ ഓർഡർ ചെയ്തു. ഒക്കെ പറ്റൂല. ഇവക്ക് ഇവളുടെ അനിയത്തിക്ക് ലൈറ്റ് ആയിട്ടുള്ള അപ്പവും അല്ലെങ്കിൽ വല്ല പൊറോട്ടയോ ചപ്പാത്തിയോ വല്ല മീൻകറിയോ അല്ലെങ്കിൽ വല്ല സ്റ്റൂ ഒക്കെ പറ്റുള്ളൂ. നമ്മൾ ചട്ടിച്ചോറ് എടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് കൈയിട്ട് വരാനും ബീഫ് എടുക്കാനും വേണ്ടി വരും. എനിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരും. പിന്നെ ചെക്കന്മാരുടെ കേസ് പറയാണ്ട്, ഇവന്മാർക്ക് അപ്പം തിന്നാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ അപ്പത്തിൻ്റെ കൂടെ സ്റ്റൂ ഇല്ലേ, അതിൻ്റെ ചാറ് കൂട്ടിയിട്ട് വല്ലതും കഴിച്ചു അത്രേ ഉള്ളൂ. ഏതപ്പനാണെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ അപ്പോ സ്റ്റൂ എന്തെങ്കിലും കിട്ടി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും അവന് വാട്ടർ മെലൺ ജ്യൂസ് വേണം. അപ്പോൾ വാട്ടർ മെലൺ ജ്യൂസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വരാൻ കുറേ സമയം എടുത്തു. അപ്പോൾ തണുപ്പുള്ളത് പറ്റില്ല, തണുപ്പില്ലാത്താണ് നമ്മൾ പറഞ്ഞിരുന്നത്. തണുപ്പുള്ളത് വേണമെന്ന് പറഞ്ഞ ആശം വാശി പിടിച്ചിട്ടിരിക്കണതാണ് ആ കാണുന്നത്. ചായ ആണെങ്കിൽ ഡോണ് കുടിച്ച് തീർന്നു. ഡോണിന് അടുത്ത ചായ വേണമെന്ന് പറഞ്ഞിട്ട് ഡോൺ അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ചായ വേണമെന്ന് പറഞ്ഞിട്ട്. ഇവർ രണ്ടുപേരും കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ച് പാടാണ് ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി വരാനായിട്ട്. പ്രത്യേകിച്ച് എൻ്റെ ഭാര്യ. ഇവളോട് കയറിയപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, 6 അപ്പം പറയട്ടെ. വേണ്ട, ഞാനും അനിയത്തി 2 അപ്പേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ 4 പറഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ബില്ല് അടിക്കാൻ നേരത്തെ ചാച്ച ഒരെണ്ണം കൂടി, ഓക്കെ അപ്പോൾ ഒരെണ്ണം കൂടി പറഞ്ഞു. അതും ചേട്ടാ ബില്ല് എടുക്കുന്ന പറഞ്ഞപ്പോൾ ഒരെണ്ണം കൂടി. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാലും മുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. തുടക്കത്തിലെ 3 അപ്പം 3, 6 വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നമില്ല. എനിക്ക് ഇതൊക്കെയാണ് ചില സമയത്തൊക്കെ ദേഷ്യം വേണ്ട. നിങ്ങളുടെ വീട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല ഇങ്ങനത്തെ ആൾക്കാരൊക്കെ. ഡോണപ്പൻ്റെ ചായ കൂടി കഴിഞ്ഞിട്ട് ചേട്ടൻ വാട്ടർ മെലൺ ജ്യൂസ് കുടിക്കാനുണ്ട്. അപ്പോൾ ചേട്ടനിൽ നിന്ന് മേടിച്ച് കുടിച്ചിട്ടുള്ള എക്സ്പ്രഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെക്കന് വല്ല പുളിയുള്ളതോ അല്ലെങ്കിൽ വല്ല ഓറഞ്ച് ജ്യൂസോ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതര എക്സ്പ്രഷൻ വരും. അത് കാണാൻ ഒരു പ്രത്യേക രസം. അതുകൊണ്ട് ഏത്തപ്പം കുടിച്ച് കുറച്ചാകുമ്പോഴേക്കും ഞാൻ പറയും, എടാ ഡോണപ്പനോട് കൊടുക്കാൻ പറയും. ഇത് ഏത്തപ്പം കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അവനെ സോപ്പിട്ട് മേടിച്ചാൽ ഡോണപ്പന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവരെയും കൊണ്ട് ഫുഡ് അടിക്കാൻ പോയി കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. കാരണം അമ്മ, ഐഷു, എൻ്റെ ഭാര്യ, ഇവർക്ക് 3 പേർക്ക് ഒറ്റ ബിരിയാണി മതി വയറ് നിറയാൻ. കൂട്ടത്തിൽ ഏതപ്പൻ്റെ ഡോണപ്പൻ്റെ വരെ വയറ് നിറയും. അതുകൊണ്ട് ഇവരെയും കൊണ്ട് പുറത്തിടയ്ക്ക് ഫുഡ് അടിക്കാൻ വേണ്ടി പോകുമ്പോൾ വലിയ ചിലവ് വരാറില്ല. എനിക്കൊരു ബിരിയാണി, ഇവർക്കൊരു ബിരിയാണി, അത്ര ഉള്ളൂ കേട്ടോ. പിന്നെ ആകെ വന്ന ചിലവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ആൾക്ക് 3 ചായ, ഏതപ്പനൊരു വാട്ടർ മെലൺ. അതോടുകൂടി നമ്മുടെ പുറത്തെ ഫുഡ് അടിക്കുള്ള ചിലവ് കഴിഞ്ഞു. വേറെ എക്സ്ട്രാ ചിലവും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഞാനായിട്ട് വല്ല സർബത്തോ ചായ എക്സ്ട്രാ പറഞ്ഞാലായി.